നമുക്ക് അതിലേക്കൊന്നും എത്തിയിട്ടില്ല. ഏതായാലും ഇങ്ങനെ ഒരു യാത്ര വന്നതിൽ വളരെ സന്തോഷം. ഈ യാത്രയിൽ വന്ന എല്ലാവരെയും ഔപചാരികമായിട്ട് ഞാൻ കൺവീനർക്ക് വേണ്ടിയിട്ടും കോർഡിനേറ്റർക്ക് വേണ്ടിയിട്ടും അഡ്മിന് വേണ്ടിയിട്ടും നൽകി വരും. ഓക്കെ, ഒരു ഭിക്ഷാടനത്തിൽ ഏത് കാലത്ത് പോയി എന്നുള്ളത്. കൊറോണന്റെ കാലത്ത് ഏതായാലും പോകാൻ വയ്യ. പറയാത്തത് ഫാമിലിയായി വന്നവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ കുറച്ച് പേര്. ഒരു ബിൽഡറാണ്, ഗസൽ ബിൽഡേഴ്സ്, ഉടനെ താമസം, പുളിയത്തൂരാണ് സ്വദേശം. 3 മക്കള്. മൂത്തമകളുടെ മകൾക്ക് കഴിഞ്ഞു 2 വർഷം ആയി. എല്ലാ പ്രാവശ്യം മുഹമ്മദ് റാഫി എന്ന മാത്തോട്ടാണ് താമസം. ഒരു ഭാര്യ, 3 മക്കൾ. എന്റെ പേര് കാസ്. റിട്ടയർഡ് ആയി കുറെ കാലമായി. ഇല്ല, റിട്ടയർഡ് ആയിട്ടില്ല, ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. സംഗീത സാരത്തിന് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും പാട്ട് പോസ്റ്റ് ചെയ്യാം. 2 മക്കളുണ്ട്, ഒരൊറ്റ ഭാര്യയാണ്. 2ാമത് കല്യാണം കഴിക്കാൻ ഭാര്യ സമ്മതിക്കുന്നില്ല. കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അതോടെ 10 കൊല്ലായി. കച്ചവടമാണ്. ഇത്താക്കാന്നാണ് പേര്, കോഴിക്കോടാണ്. നമ്മളെല്ലാ ട്രിപ്പിലും ഉണ്ട്. പിന്നെ കുറഞ്ഞ ആളുകളെ പരിചയമില്ലാത്തുള്ളൂ. സ്വന്തമായിട്ടൊരു ഭാര്യ, 2 മക്കൾ. ഞാൻ അഡ്വർടൈസിംഗ് കമ്പനിയാണ്. എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. പിന്നെ മിനി എന്ത് ചെയ്യുന്നു കൂടെ പറഞ്ഞു. ഓക്കെ, നമ്മുടെ അതിലേക്കുള്ള പുതിയ നമ്പർ ഇല്ല. മത്സരത്തില് 3ാം സ്ഥാനം നേടിയിട്ടുണ്ട് അല്ലേ? അത് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടെ ആ പ്രൈസ് കൊടുക്കുക. സംഗീതാകരത്തില് ഉള്ള കാലം മുതൽ പിന്നെ അതിലുണ്ട്. അതായത് ഞാൻ കയറിയതിന് ശേഷം പിന്നെ അതിൽ പോലീസായിട്ട് ഇങ്ങനെ കോഴിക്കോട് ജില്ലന്റെ മലപ്പുറം ജില്ല അതിർത്തി നാട് കണ്ട് ചെറുവാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ലിറ്റിൽ ഗാർഡൻ വീട്ടിന്റെ പേര് ചെറുവാടി. 2 ജില്ലയിൽ പെടൂല. കോഴിക്കോട് ജില്ലയില സംസ്ഥാന പ്രസിഡന്റ് ഇദ്ദേഹം പറഞ്ഞാൽ ചെറിയൊരു ഷർട്ട് കച്ചവടം ഉണ്ട്. അതിന്റെ കൂടെ തുണിയും കൊടുക്കും. കിട്ടും. അത് പെരിന്തൽമണ്ണ ഉണ്ട്, കൽപ്പറ്റ ഉണ്ട്. പേര് പിന്നെ നമ്മളെ കയ്യിൽ പോയി
നമ്മുടെ സഖി സാഹിത്യം വളരെ യാത്രകളിലൊക്കെ സജീവമായ ഒരാളാണ്. നന്നായിട്ട് അത്യാവശ്യം എഴുതുന്നുണ്ട്. നമ്മളെ ഈ വാട്സാപ്പ് ഹലോ, എന്റെ പേര് പ്രകാശ്. എന്താ ഏർപ്പാട്? ഏർപ്പാടൊന്നുമില്ല. ഫൈസൽ കോട്ട നിൽബന്ധിയാണ്. അതാണ് ഏർപ്പാട്. ഇപ്പോഴത്തെ ഏർപ്പാട് ഫൈസൽ കോട്ട അങ്ങോട്ട് വിളിക്കണോ അങ്ങോട്ട് പോകും. പാട്ട് പറഞ്ഞോ? ഭാര്യ 2 മക്കൾ. ഭാര്യ സുജാത. ഭാര്യയാണ് ശരിക്കും ഇതിന് ആദ്യം ചേർന്നത്. സുജാത ടീച്ചർ. വീട് കോഴിക്കോട്. 2 ആൺകുട്ടികളുണ്ട്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലിരിക്കണം. ഇപ്പൊ നിങ്ങളൊക്കെ നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിലിരിക്കുക. എല്ലാവരും ചെങ്ങാതിമാരുടെ കൂട്ടത്തിൽ അടുത്തിരിക്കുക. ഇനി ഗംഭീര സമ്മാനങ്ങളാണ് നിങ്ങൾക്കൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ നിങ്ങളുടെ നമ്പർ പറയാം. ോടെ
ആദ്യത്തെ അവസരം ടീം 1-ന്. രണ്ടാമത്തത് അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പിന്, അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ മൂന്നാമത്തെ ഗ്രൂപ്പ്. 3 ഗ്രൂപ്പ്. ഒന്നുകൂടെ കേൾക്കുന്നില്ല? ഈ ചോദ്യങ്ങൾക്ക് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്ന ആൾ ഉത്തരം പറഞ്ഞാൽ ആ ടീമിന് 10 പോയിന്റാണ്. അത് പാസ് ചെയ്താൽ കിട്ടുന്നത് 5 പോയിന്റ്. രണ്ടാമത്തെ ചോദ്യം തുടങ്ങുന്നത് രണ്ടാമത്തെ ഗ്രൂപ്പിനോടായിരിക്കും. പാസ് ചെയ്താൽ അവർ ഉത്തരം പറഞ്ഞാൽ 10, പാസ് ചെയ്താൽ 5. സിനിമാ പാട്ടുകളുമായിട്ട് അല്ലെങ്കിൽ സംഗീതവുമായിട്ട്, സിനിമാ പാട്ടല്ല സംഗീതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഞാൻ പാലിന്റെ പല വന്നുള്ള കാര്യം പറഞ്ഞത് അതേതെങ്കിലും പാത്രത്തിലേക്ക് കൊണ്ട് വിളിച്ചാൽ മതി. പിന്നെ നിന്റെ ഗമയൊക്കെ തീർന്നോ? ആ സാരി ഞാൻ ആ വാഷിംഗ് മെഷീനിൽ ഇട്ടതാണ്. അതിന്റെ കളർ മുഴുവൻ തന്നെ പോയി. സാരി ഗമിയില്ല. ആ ഡിസ്കൗണ്ട് സെയിലിൽ വാങ്ങിയ സാരിയാ 4000 രൂപയുടെ വില. നശിപ്പിച്ച് എന്തെങ്കിലും അറിയാം. ഒന്നുകിൽ സാധനം അല്ലെങ്കിൽ പാചകം. നിന്റെ സാധനം കൊണ്ട് ഈ ഫ്ലാറ്റിലുള്ള 3-4 കുടുംബങ്ങളാണ് ഇവിടെ വീട് വെച്ച് പോയത്. അറിയാം. അത് അവർക്ക് സംഗീതവാസനം ഇല്ലാത്തോണ്ട്. എല്ലാം കഴിക്കാം. പായസാണ്. ഇതെന്താ സോപ്പ് ചോദിക്കുന്നത്? സോപ്പോ? അല്ല, ഞാനിപ്പോ വാഷിംഗ് മെഷീനിൽ ഒഴിക്കേണ്ട സാധനം പായസത്തിൽ ഒഴിച്ചു. പായസത്തിൽ ഒഴിക്കേണ്ട സാധനം വാഷിംഗ് മെഷീനിൽ. ഇതന്നെ ഞാൻ പറഞ്ഞ പാടാനോ അറിയാം. അടുക്കളയെങ്കിലും വരെ എന്റെ ഫോണാണ്. ഫോണായി. അതെ അതെ
അതെ അതെ അതെ അതെ തന്നെ. അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അല്ല നീ ഇപ്പോ ആ റെസിഡൻസ് അസോസിയേഷന്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എന്തെങ്കിലും അയച്ചു? ആ ഞാൻ സാധനം ചെയ്യുന്നത് വീഡിയോ അയച്ചു. ശരി. എന്താ ആ പ്രളയം കൊണ്ട് വീട് മാറിയ നൗഷാദ് സാറിന് കുടുംബം ഇവിടെ വന്നിട്ടില്ല. അയാൾ വീട്ടിൽ പോയിരുന്നത്. അതെന്റെ പാട്ടൊക്കെ കുഴപ്പമൊന്നുമില്ല. അയാൾക്ക് സംഗീതത്തിന് മണ്ടയില്ല, അതുകൊണ്ടാ. ഇങ്ങനെ പോയാൽ ഈ ഫ്ലാറ്റ് മാറ്റാൻ ഇയാളെ കൂടെ ചെയ്യാം. അതെ അതെ. വാട്സപ്പ് ഗ്രൂപ്പിൽ ഓരോ പോസ്റ്റ് ചെയ്യും, എന്നിട്ട് അത് ഗ്രൂപ്പിൽ ഇട്ടിട്ട് ഈ ഗ്രൂപ്പ് മുഴുവൻ തന്നെ ഈ ഗ്രൂപ്പിലുള്ളവർ മുഴുവൻ തന്നെ കൊഴിഞ്ഞു പോകും. ഈ ഫ്ലാറ്റിൽ സംഗീതവാസനയുള്ള ആൾക്കാരുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. സംഗീത വാസനയില്ല, സംഗീത നാട്ടം. ഓക്കെ, ഇവിടെ മനുഷ്യന്മാർ പാടാൻ അറിയുന്നവരൊക്കെ ഉണ്ട്, ഒരു പാടിക്കോട്ടെ, നമുക്ക് കൊഴിഞ്ഞു. വേണ്ട വേണ്ട, എല്ലാ വീഡിയോ അങ്ങനെ